നട്ടൊന്നും ഇപ്പൊ പിടിക്കുന്നില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടാലോ? ഞങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിലേക്കും ഇല്ല, എവിടേക്കും ഇല്ല. ഏയ് കുഞ്ഞുങ്ങളൊക്കെ വേണം, അല്ലാണ്ട് വയസ്സാം കാലത്ത് ആര് നോക്കാനാ നിങ്ങളെയൊക്കെ? നിങ്ങൾക്ക് ഉറപ്പുണ്ടാ നിങ്ങളുടെ ഈ രണ്ടെണ്ണം നിങ്ങളെ നോക്കാൻ വയസ്സാം കാലത്ത് ഉണ്ടാവുന്നു? അവന്മാരൊക്കെ വല്ല IELTS ബസ്സായിട്ട് കാനഡയില UK ആയിരിക്കും. അതെ, നമുക്ക് പിള്ളേരുണ്ടാവുന്നതേ നമ്മളെങ്ങനെ നോക്കാനല്ല, അവർക്ക് അവരുടെ ജീവിതം കൊണ്ട് 100 കാര്യങ്ങളുണ്ട്. എന്നാ പിന്നെ എന്തിനാ അവള് വഴക്കിട്ട് വീട്ടിൽ പോയി നിൽക്കുന്നത്? ആര് വഴക്കിട്ട് പോയി നിൽക്കണു? അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിന്നൂടെ? എന്തൊരു കഷ്ടമാണ്. ഇതിപ്പോ കുറെ ദിവസം ആയല്ലോ. നീ ഒരു കാര്യം ചെയ്യും, പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. വേണമെങ്കിൽ ഉമ്മാരെ 2 ആഴ്ച വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കോ. നിങ്ങൾക്കൊരു ആശ്വാസം. ഇവന്മാര് വന്ന ആശ്വാസമായിരിക്കുന്നു. ഇവന്മാര് നിങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ മക്കളെ എത്ര കാലം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കും? ജീവിതകാലം മുഴുവൻ നിർത്തോ? എന്റെ പൊന്നു സൂപ്പേട്ടാ, നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടല്ലോ, 2 പിള്ളേരുണ്ടല്ലോ, സന്തോഷം ഉണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പോകുന്ന വഴി ഞാൻ അനുഭവിക്കുന്ന ഒരു ചുക്ക് നിങ്ങൾക്ക് മനസ്സിലാവൂല. എന്നാ പിന്നെ ആ ഫിലിപ്പോസ് സച്ചിന്റെ അടുത്തൊന്നും ഒരു കൊച്ച് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ചിട്ട് പോകണ്ടല്ലാരും. പള്ളിയിലെ പരിപാടിയൊക്കെ എന്നാലും ഭംഗിയായിട്ട്. ഹലോ ബ്രദർ, എന്തൊക്കെയുണ്ട്? ഞാൻ വന്നപ്പോ സംഭവം നിരപ്പായില്ലേ? സജീഷ്, സജി ഒരുപാട് അയലോടെ കണ്ടിട്ട് ഇവിടെ ഒന്നുമില്ലേ? ഞാനിവിടെ തന്നെ ഉണ്ട്. ഹലോ, ഇതെന്താണ്? എപ്പോഴാ നീ നാട്ടിലേക്ക് എത്തിയേ? ഞാൻ വന്നിട്ട് അഞ്ജലിന, ഷിജു ആൻഡ് സജി, മൈ ക്ലാസ്മേറ്റ്സ്. ഞാനിപ്പോ പുറത്താണല്ലോ ബ്രോ. നീ കാണാറില്ല? കാനഡയിൽ ഞാൻ വെള്ളച്ചാട്ടിന്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടാറുണ്ടല്ലോ, നിങ്ങൾ കാണാറില്ലേ? എന്തായാലും നമുക്കവിടെ പറയുമ്പോ സുഖമാണ് വെച്ചാറേ. നാട്ടിൽ ബസ് ഓടിച്ചു കിടന്നപ്പോ നമുക്ക് പുല്ല് വില, അവിടെ പോയി ട്രക്ക് ഓടിച്ചപ്പോ നമുക്ക് പൊന്നു വില അല്ലേ അഞ്ജലിന? ഇവളും കുറച്ച് തന്നെ സംസാരിക്കാറ്. ഹലോ ബ്രദർ, എന്തൊക്കെയുണ്ട്? ഇപ്പൊ കണ്ണൂർ വഴിക്കാണ് പോക്കല്ലേ? ഞാൻ നെടുമ്പാശ്ശേരി വഴിയാ, അതാ ഇപ്പൊ കാണാത്തെ. പിന്നെ വണ്ടി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഷെയറല്ലേ? അപ്പൊ ശരി, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. നിന്റെ ആരെങ്കിലാണോ? ആഞ്ചലിനോട് ആരെങ്കിലാണോ? ഇതാണോ നിന്റെ ദുബായിലുള്ള അമ്മാവൻ? എന്റെ ആരും ഒന്നുമല്ല. അപ്പനമ്മക്ക് മരിച്ചതോടെ നാട്ടിലൊക്കെ വരവൊക്കെ കുറഞ്ഞതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ലണ്ടനിൽ പെങ്ങൾ വിളിച്ചിട്ട് പറയണേ അവൾക്കൊരാൾ ഇഷ്ടമാണ്, കല്യാണം നടത്തി കൊടുക്കണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കല്യാണം നാട്ടിലായിക്കോട്ടെ, എല്ലാരും ഒന്ന് കാണുകയും കൂടുകയും ചെയ്യാന്ന് ഓർത്തു. അങ്ങനെയാണ് കല്യാണം ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. ഇതേ വന്നല്ലോ നമ്മുടെ അരിമണി. ഷിജു, ഭാര്യ വന്നില്ലേ? ഇല്ല, വന്നില്ല. അതെങ്ങനാ? ഞങ്ങളാരും കണ്ടിട്ടില്ല പുതിയ ആളെ. രണ്ടാമത്തേന് ഞങ്ങളെ ഒന്നും വിളിച്ചില്ല. അതെന്ത് പണിയാളെ കാണിച്ചത്? പക്ഷെ ആദ്യത്തേന് വന്നായിരുന്നു. കുട്ടികളായിട്ടില്ല. അയ്യോ, എന്താണ് അയ്യോ? കുട്ടികളൊന്നും ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ 6 വർഷമായി, ഞങ്ങൾക്കില്ല കുട്ടികൾ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ച? ഞങ്ങള് കുട്ടികളില്ലാത്ത എല്ലാവരും കറഞ്ഞോണ്ടിരിക്കണെന്നാണോ? എന്നാ കേട്ടോ, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണ്ടല്ല, ഞങ്ങള് കുട്ടികൾ വേണ്ടാന്ന് വെച്ചിട്ടെ. അതെന്താണ്? എടാ, 140 കോടി ജനങ്ങളുടെ രാജ്യത്ത് ഇനി നമ്മളായിട്ട് ഒരാളെ കൂടി കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലെ പഠിച്ച് പാസ്സായി സ്വന്തം നാട്ടിൽ ജോലിയില്ല, കണ്ട നാട്ടിൽ പോയിട്ട് പണിയെടുത്ത് കണ്ടുപിടിക്കാനല്ലേ? ആകെ മൊത്തം ഓട്ട മത്സരമാണ്. വെറുതെ എന്തിനാ ആ കൊച്ചിന്റെ ബ്രാക്കും കൂടി മേടിച്ച് കെട്ടണം? അത് ശരിയാണ്. കുട്ടികളൊക്കെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മളെ കൂടെ ഒന്നും പറ്റൂല. ഞങ്ങൾക്ക് ഞങ്ങൾ മതി, ഞങ്ങൾ അടിപൊളിയാണ് അല്ലേ അഞ്ജലിന? അങ്ങനെ അവസാനം അവനെ കയ്യെ കിട്ടിയല്ലേ? എന്റെ പൊന്നു ശിശുക്കുട്ടാ,
ഇന്ന് രാത്രി ഞാൻ നല്ല സമാധാനത്തോടു കൂടി കിടന്ന് ഉറങ്ങും. അവനിട്ട് 2 കൊടുത്തപ്പോഴാ എനിക്ക് ആശ്വാസമായത്. കൊള്ളാം. അതെ, ഞാൻ ആലോചിക്കായിരുന്നു, ഈ കോന്തം കാരണമല്ലേ എൻ്റെ പഠിപ്പ് എനിക്ക് മുടക്കേണ്ടി വന്നത്. ഞാൻ എൻ്റെ PG അങ്ങ് ചെയ്താലോ? ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? നീ പഠിച്ചു, നിനക്ക് ഇഷ്ടമുള്ള അത്രയും പഠിച്ചു. ആദ്യം PG, അത് കഴിഞ്ഞോ PhD. സജു, നിനക്കറിയോ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണ്? എന്താ? ഒന്ന് പോ അവിടുന്ന്. കാര്യമായിട്ട് പറഞ്ഞാണ്, നീയാണെന്നേ. ഒന്ന് പോ ഷിജു. എങ്ങനെയുണ്ട് സെറ്റപ്പ്? സെറ്റപ്പ് ഒക്കെ കൊള്ളാം, പക്ഷെ പണ്ടത്തെ പോലെ ടച്ച് കിട്ടണില്ല. ഇടയ്ക്ക് മറന്നുകൊണ്ട്. ടച്ച് കിട്ടല്ല അല്ലേ? ഈ ടച്ച് ആയാലോ? എന്നാ പിന്നെ ഈ ടച്ച് ആവാം. എന്താണ് ഞാൻ പഠിപ്പിക്കുന്നു ശ്രദ്ധിക്കാത്ത? പഠിക്കിട്ടോടിരുന്നു. എന്താ ഇങ്ങനെ നോക്കണേ? എന്നാലും ഇതിപ്പോ എങ്ങനെ സംഭവിച്ചെന്നാ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എല്ലാ രാത്രിയും കട്ടൻ ചായയും മസാജുമായിട്ട് വന്നിട്ട് എങ്ങനെ സംഭവിച്ചു എന്ന്. അതല്ലെന്നേ, നമ്മളോട് ഡോക്ടർ പറഞ്ഞതല്ലേ 99.9% നടക്കൂലെന്ന്. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ലോട്ടറി അടിച്ചു. എനിക്കെന്തായാലും സംശയം ഈ കിറ്റുമേട്ടാ. നീ എണീറ്റേ, നീ ഒന്നുകൂടി നോക്കി, വേറെ കിറ്റ് ഇരിപ്പുണ്ടല്ലോ, എടുക്ക്. ചെല്ല. എന്നെ കൂടി ഇനി പറ്റില്ലേ ചെയ്യാൻ? ഇനി ടെസ്റ്റ് ചെയ്യാനുള്ള മൂത്രമൊന്നും എൻ്റെ കയ്യിലില്ല. അതെ, നോക്ക്, ഷിജുവനല്ലേ പറഞ്ഞ നമ്മുടെ കുഞ്ഞൊരു അത്ഭുതമാണെന്ന്. നമ്മുടെ ജീവിതത്തിലും അത്ഭുതമൊക്കെ സംഭവിക്കില്ലേടോ. നമ്മൾ കാത്തിരുന്ന് കിട്ടിയ അത്ഭുതം തന്നെ ഇത്. നമ്മുടെ കുഞ്ഞത്ഭുതം. നമ്മുടെ കുഞ്ഞത്ഭുതം. ലവ് ഉണ്ടോ? ലവ് കൊണ്ട് കുഞ്ഞുണ്ടാവും, വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. ലവ് ഉണ്ടെങ്കിൽ കുഞ്ഞുണ്ടാവും അറിയില്ല, സന്തോഷം ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. സാറിന് തന്നെ മനസ്സിലായില്ലേ? അയ്യോ, നമ്മുടെ ഓർഗാനിക് പോലീസുകാരല്ലേ ഇത്? അതന്നെ. ഡോക്ടർ 99.9% ഈ ഭൂമിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവളാണ് നമ്മുടെ. അയ്യോ, ചക്കര മൂത്ത് നല്ല സുന്ദരി കുട്ടിയല്ലേ? ഇതാണ് അധ്വാനിച്ച ദൈവം വരം തരുമെന്ന് പറയുന്നത് കേട്ടോ. എന്താന്ന്? എനിക്ക് തെറ്റിയിട്ടില്ല ഷിജു. 99.9% കഴിഞ്ഞ് ബാക്കി 0.1% ഉണ്ടല്ലോ, അതെന്റെ കയ്യിലായിരുന്നില്ല. അതിനെയാണ് ഈ അത്ഭുതങ്ങൾ, മിറക്കിൾ എന്നൊക്കെ പറയുന്നത്. ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന, വല്ലപ്പോഴും. പക്ഷെ നിങ്ങളെ 99 ഇപ്പൊ എടുത്തും. ഈ ഗണപതി ഡോക്ടറിന്റെ ഓരോ കാര്യങ്ങള്. അല്ല സജു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുഞ്ഞൊക്കെ ആയപ്പോ നീ ഡോക്ടറേറ്റൊക്കെ മറന്ന? ഞാൻ മറന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞും വേണം, നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വേണം. ഞാൻ എന്തായാലും ഡോക്ടറേറ്റ് എടുക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നീ ഒരു വണ്ടർ വുമണാണ്. എന്റെ പൊന്ന് ഷിജുക്കുട്ട, ഒരു ഭാര്യ ഒരു വണ്ടർ വുമൺ ആവണമെങ്കിൽ അവളുടെ ഭർത്താവ് ഒരു സൂപ്പർ ഹീറോ ആയിരിക്കണം. ചുരുക്കി പറഞ്ഞ, താൻ ഒരു സൂപ്പർ ഹീറോ, ഞാൻ ഒരു വണ്ടർ വുമണും. ഇത് നമ്മുടെ കുഞ്ഞത്ഭുതമാണ്. കുഞ്ഞത്ഭുതമേ, നീ അമ്മയുടെ കയ്യിലേക്ക് പോയിക്കോ. ഹലോ ഓർഗാനിക് കപ്പിൾ, ദേവി, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താണ്? അതെ, നിങ്ങളെ വെച്ച് ഞാൻ എന്റെ ഹോസ്പിറ്റലിന്റെ ഒരു പരസ്യം എടുക്കട്ടെ? പരസ്യം? ആട് നന്നായിരിക്കില്ലേ? അല്ല ഓർഗാനിക്, അതെ, രണ്ടുപേരും ഒന്ന് ആലോചിക്കണേ, ഗംഭീരായിരിക്കും.